സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങി ചെന്നപ്പോഴാണ് സൈക്കിളിന് എണ്ണ ഇടണമെന്ന് പറഞ്ഞത്. അങ്ങനെ സൈക്കിളിന് എണ്ണയൊക്കെ ഇട്ട് വൃത്തിയാക്കി അവളെ പറഞ്ഞ് സ്കൂളിലോട്ട് വിട്ടു. ഹാഫ് ഡേ ആയതുകൊണ്ട് ഇന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ സൈക്കിളിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കയറി വന്ന് നേരെ വേസ്റ്റ് കളയാനായിട്ട് പോയി. ഞാൻ ദേ ഇവിടെയാണ് വേസ്റ്റ് കളയുന്നത്. രാവിലെ വേസ്റ്റ് എടുക്കാൻ ആൾ വരുമെങ്കിലും എനിക്ക് ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ പണിയായിരിക്കും. പിന്നെ ഇതാകുമ്പോൾ നമ്മുടെ സമയത്തിന് കൊണ്ട് കളഞ്ഞാൽ മതിയല്ലോ. ഇവിടെ രാവിലെ എന്നും വേസ്റ്റ് ക്ലീൻ ചെയ്യാനായിട്ട് വരും കേട്ടോ. അങ്ങനെ കയറി വന്നിട്ട് ഞാൻ ദേ ഒരാളിവിടെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അവനെ ഒന്ന് വിളിച്ചിട്ടാണ് ഞാൻ പോയത്. ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് ലീവ് എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് രണ്ടാമതും വന്ന് വിളിച്ചിട്ട് ഒരനക്കവും ഇല്ല. എന്നാൽ പിന്നെ കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് അപ്പോൾ അതുപോലെ തന്നെ രാവിലെ തന്നെ തുണിയൊക്കെ കഴുകാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിലോട്ട് ഇട്ട് കേട്ടോ. ഇതാകുമ്പം അവിടെ കിടന്ന് കഴുകുന്ന സമയത്തിന് നമുക്ക് വേറെ പണി ചെയ്യാമല്ലോ. അങ്ങനെ തുണി കഴുകാനിട്ടിട്ട് ഞാൻ നേരെ കാപ്പി കുടിക്കാനും ചെന്നു. എനിക്ക് വേണ്ടിയിട്ട് 2-3 അപ്പം ഉണ്ടാക്കിയത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പവും ഗ്രീൻ പീസ് കറിയായിരുന്നു. അങ്ങനെ ഞാൻ അപ്പവും ഗ്രീൻ പീസ് കറിയൊക്കെ എടുത്ത് കൊണ്ട് കഴിക്കാനായി. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഇൻസ്റ്റൻറ്റ് അപ്പപ്പൊടി വെച്ചിട്ടുള്ള അപ്പമായിരുന്നു കേട്ടോ. നല്ല അപ്പമായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിരുന്നു. പക്ഷേ ഒരു ഇത്തിരി ഈസ്റ്റ് മുമ്പിൽ നിൽക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. എന്തായാലും കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ തുണിയൊക്കെ കഴുകി പിന്നെ അത് കൊണ്ട് നൂത്തിട്ടിട്ട് വന്ന് കൊണ്ടിടാൻ പോയ സമയത്ത് ഞാൻ അച്ഛനെ വിളിച്ചു കേട്ടോ. എന്നിട്ടും എഴുന്നേറ്റില്ല കേട്ടോ. പിന്നെ ഞാൻ CD ഒക്കെ അങ്ങ് തൂക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു ദിവസം ഞാനാണ് തൂക്കുന്നതെങ്കിൽ അടുത്ത ദിവസം നമ്മുടെ ഓപ്പോസിറ്റുള്ള ഫാമിലിയാണ് തൂക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് ഇവിടെ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. ഒരു ദിവസം ഞാൻ തൂക്കുകയും തുടയ്ക്കുകയും ചെയ്യുമെങ്കിൽ അടുത്ത ദിവസം അവർ ചെയ്യും കേട്ടോ. അപ്പോൾ ആർക്കും ഒരു പരാതിയില്ലല്ലോ. അപ്പം എല്ലാവരും കൂടെ കയറുന്ന ഒരു സ്റ്റെപ്പല്ലേ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.